തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ വധശ്രമത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കെന്ന് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ ലൊക്കേഷൻ വരെ ഇറാന്റെ ഏജന്റുമാർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇതേ തുടർന്ന് അതീവ സുരക്ഷാ മുൻകരുതലുകളോടെയാണ് ട്രംപിനെ അങ്കാറയിൽ നിന്ന് മാറ്റിയത്. ട്രംപ് സഞ്ചരിക്കേണ്ട ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായേക്കുമെന്ന രഹസ്യ വിവരമാണ് ആദ്യം പുറത്തുവന്നത്. എന്നാൽ ട്രംപിന്റെ ഓരോ നീക്കവും ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന വിവരം അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചതായാണ് റിപ്പോർട്ടുകൾ. ട്രംപ് താമസിച്ചിരുന്ന കൃത്യമായ സ്ഥലത്തെക്കുറിച്ചും കെട്ടിടത്തിലെ ഏത് നിലയിലാണ് അദ്ദേഹം ഉള്ളത് എന്നതിനെക്കുറിച്ചും ഇറാന്റെ ഏജന്റുമാർക്ക് അറിവുണ്ടായിരുന്നുവെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ വിവരം ലഭിച്ചു. ഉച്ചകോടി നടന്ന സ്ഥലത്തിന് സമീപം തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈലുമായി ഒരാളെ കണ്ടതായും റിപ്പോർട്ടുണ്ട്. ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികളും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ സുരക്ഷാ വിഭാഗം വിമാനം മാറ്റാൻ തീരുമാനിച്ചത്. ഖത്തർ നൽകിയ പുതിയ വിമാനത്തിലായിരുന്നു ട്രംപ് അങ്കാറയിൽ എത്തിയതെങ്കിലും മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അതിൽ പൂർണ്ണമല്ലാതിരുന്നതും വിമാനം മാറ്റാൻ കാരണമായി. ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ നാടകീയ നീക്കങ്ങളാണ് പിന്നീട് അങ്കാറ വിമാനത്താവളത്തിൽ നടന്നത്. നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് മടങ്ങാൻ ജൂലൈ 8-ന് വിമാനത്താവളത്തിലെത്തിയ ട്രംപ് ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിൽ കയറി. എന്നാൽ ആരും കാണാതെ അദ്ദേഹത്തെ രഹസ്യമായി പുറത്തെത്തിച്ചു. തുടർന്ന് കാറ്ററിംഗ് ട്രക്കിനുള്ളിൽ ഒളിപ്പിച്ച് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അദ്ദേഹത്തെ C-32A എന്ന ചെറിയ സൈനിക വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൌസ് ജീവനക്കാരും ട്രംപ് പഴയ വിമാനത്തിൽ തന്നെ ഉണ്ടെന്നാണ് കരുതിയിരുന്നത്. ട്രംപ് വിമാനം മാറിയ വിവരം ഇവർ അറിഞ്ഞിരുന്നില്ല. വിമാനത്തിന്റെ ജനറൽ കർട്ടനുകൾ താഴ്ത്തിയിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവർക്ക് കർശന നിർദ്ദേശം നൽകി. ട്രംപ് ഈ വിമാനത്തിൽ തന്നെ ഉണ്ടെന്ന തോന്നലുണ്ടാക്കാനാണ് അങ്ങനെ ചെയ്തത്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ട്രംപിനൊപ്പം അതീവ രഹസ്യമായി ഈ ചെറിയ വിമാനത്തിലാണ് യാത്ര തിരിച്ചത്. തുർക്കിയിൽ നടന്ന ഉച്ചകോടിക്കിടെ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് താൻ വിമാനം മാറി യാത്ര ചെയ്തതായി ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സൈന്യത്തിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തനിക്ക് നിരവധി ഭീഷണികൾ നിലവിലുണ്ടെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രസിഡന്റിന് ഇത്തരം വെല്ലുവിളികൾ സ്വാഭാവികമാണെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ച സാഹചര്യത്തിലുള്ള സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് ഈ വ്യാജ ഓപ്പറേഷൻ നടപ്പിലാക്കിയതെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. 2000-ൽ ബിൽ ക്ലിന്റണും സമാനമായ രീതിയിൽ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ രഹസ്യ വിമാനം ഉപയോഗിച്ചിരുന്നു. ഇറാനെതിരായ യുദ്ധം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ചെലവേറിയതും അബദ്ധവുമായിരുന്നുവെന്ന് റിപ്പബ്ലിക്കൻ നേതാവ് തോമസ് മാസിയും വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഇറാന്റെ യുദ്ധമെന്നും മാസി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രി എക്സിലൂടെയാണ് മാസിയുടെ പ്രതികരണം. മറ്റ് വിവാദ വിഷയങ്ങളെക്കാൾ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് ഭരണകൂടത്തിന് ദോഷകരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ്, താരിഫ്, ആഭ്യന്തര വിഷയങ്ങൾ തുടങ്ങിയതുപോലുള്ള പ്രശ്നമല്ല ഇറാൻ യുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി. നേരിട്ടുള്ള സൈനിക ചെലവുകൾക്ക് $100 ബില്യൺ ഉപഭോക്താക്കളുടെ മേൽ വന്നു ചേരുന്ന അധിക ചെലവുകളായി മറ്റൊരു $100 ബില്യൺ ഈ യുദ്ധം കാരണം നഷ്ടപ്പെട്ടേക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. എപ്സ്റ്റീൻ ഫയലുകൾ മറച്ചുവെച്ചത്, കോൺഗ്രസ് അനുമതിയില്ലാതെ താരിഫ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്, വർദ്ധിച്ചുവരുന്ന സർക്കാർ ചെലവുകൾ തുടങ്ങിയ വിവാദങ്ങളേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കുമെന്നും തോമസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.